ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തിങ്സ് സ്മാർട്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂം 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളിത് എഴുതുന്നതിന് മുന്നേ ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. അനൂപ് ദാസ് KP, റോസ്വില്ല, ഗാന്ധിനഗർ, എറണാകുളം 17. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഡേറ്റ് ചെയ്ത് 12/2/2021. ദെൻ നിങ്ങൾ അവിടെ എന്നുള്ളതിന് ശേഷം എഴുതേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എങ്ങോട്ടാണോ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇംഗ്ലീഷ് എക്സാമിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സമ്മാൻ ഫൗണ്ടേഷനിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ സമ്മാൻ ഫൗണ്ടേഷൻ, HR ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ എവിടെയാണോ പ്ലേസ് അതും എഴുതുക. ശേഷം റെസ്പെക്റ്റഡ് സർ, പിന്നെ സബ്ജക്റ്റ് അപ്ലിക്കേഷൻ ടു ദ പോസ്റ്റ് ഓഫ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതാണ് അവിടെ എഴുതേണ്ടത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കേണ്ടി ക്വസ്റ്റ്യനിൽ അതേപോലെ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജനറൽ മാനേജർ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അത് അവിടെ എടുത്തെഴുതുക. അതിനുശേഷം വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫൗണ്ട് ഇൻ ഹിന്ദു ഡെയിലി ഡേറ്റ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് എഴുതി വെക്കുക, ഒരു ഡേറ്റ്. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ്. ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റ് നേരത്തെ എഴുതിയത് തന്നെയാണ്. ഇൻ യുവർ ഫേം. Then I have passed my degree with 19% marks in every higher level. I am very much eligible in handling English, Hindi, Malayalam and Tamil languages. I have experience as. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 2, 3, 4 എത്ര വെച്ച് എഴുതാം. Institutions and firms in variance. I assure you that if I was selected, I would work very sincerely for the betterment of your firm. Besides, I will very obedient to obey the rules and regulations of your firm. I enclose here with my resume for your kind notification. SD name അതുപോലെ തന്നെ ഇത്. അതിനുശേഷം ആ ബോക്സ് അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം വേറൊരു ബോക്സ് വരച്ചിട്ട് റെസ്യൂം എന്ന് ടൈറ്റിൽ കൊടുക്കുക. വീണ്ടും അനൂപ് ദാസ് KP, റോസ്വില്ല, ഗാന്ധിനഗർ, എറണാകുളം 17. ഫോൺ നമ്പർ കൊടുക്കുക. gmail.com ജിമെയിൽ കൊടുക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് ഇത് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവിന് കഴിഞ്ഞ് ഒന്ന് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ടു അപ്ലൈ ടു ദ പോസ്റ്റ് ഓഫ്. ഏതാണോ പോസ്റ്റിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണോ പോസ്റ്റ് ആ പോസ്റ്റ് അവിടെ കൊടുക്കുക. ഇൻ എ റെപ്യൂട്ടഡ് ഫേം. ദെൻ എഡ്യൂക്കേഷൻ എന്ന് കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ക്വാളിഫൈഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 93% ഓഫ് മാർക്സ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതിനുശേഷം അതിന് താഴെയാണ് പാസ്ഡ് ഡിഗ്രി വിത്ത് 19% ഓഫ് മാർക്സ് ഫ്രം MG യൂണിവേഴ്സിറ്റി. PGDCA ഫ്രം LBC കേരള. പിന്നെ എക്സ്പീരിയൻസ് എഴുതിയതിനു ശേഷം അണ്ടർലൈൻ ചെയ്തതിനു ശേഷം 5 year എക്സ്പീരിയൻസ് ആസ്. ഏതാണോ പോസ്റ്റ് ജനറൽ മാനേജർ ആണെങ്കിൽ അത് അവിടെ എഴുതിയതിനു ശേഷം ഇൻ വാരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ആക്ടിവിറ്റീസ് അണ്ടർലൈൻ ചെയ്തതിനു ശേഷം വർക്ക്ഡ് ആസ് NSS വളണ്ടിയർ അറ്റ് GHSS കോതമംഗലം. സെലക്ടഡ് ആസ് കോളേജ് യൂണിയൻ ചെയർമാൻ അറ്റ് മഹാരാജാസ് കോളേജ്. പിന്നെ സ്കിൽസ് എഴുതിയതിനു ശേഷം നമ്മൾ സ്കിൽസ് അണ്ടർലൈൻ ചെയ്തതിനു ശേഷം MS ഓഫീസ്, ടാലി, നെറ്റ്വർക്കിംഗ്. ദെൻ ലാംഗ്വേജ് സ്കില്ല് അണ്ടർലൈൻ ചെയ്തതിനു ശേഷം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ആൻഡ് തമിഴ്. പിന്നെ ഇൻട്രസ്റ്റ് എഴുതിയതിനു ശേഷം അണ്ടർലൈൻ ചെയ്യുക പ്ലേയിങ് ഫുട്ബോൾ, ബ്ലോഗിങ്, നെറ്റ് സഫറിങ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ്. നമുക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ 8 മാർക്ക് ഷുവറാണ്. ജസ്റ്റ് എത്ര ഇയർ എക്സ്പീരിയൻസ് ആണ്, ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് മാത്രം കൊടുത്താൽ മതി. സോ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Thank you for watching.